ഹലോ നമസ്കാരം. ഏതറിൻ്റെ റെസ്റ്റയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. ടയർ തേയുന്നതുമായിട്ടൊരു പ്രോബ്ലം ഏതറിൽ കാണുന്നത്. ഈ നമ്മൾ കാണിച്ചു തരുന്ന ഈ ഭാഗങ്ങൾ, തൊട്ട് കാണിക്കുന്ന ഭാഗങ്ങൾ മുഴുവനായിട്ട് തേഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേ ഭാഗത്തിൽ തന്നെ നമ്മൾ ഇങ്ങേ വശം നോക്കുകയാണെങ്കിൽ ടയറിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് യാതൊരു പ്രോബ്ലവും കാണുന്നില്ല. ഈ സംഭവം ഒരു 12,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തുടങ്ങി വണ്ടി സ്റ്റാർട്ടിങ് ആയി കണ്ട് വണ്ടി ഇപ്പോൾ നിലവിൽ 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചോദിക്കുന്ന ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സിനും, അതായത് 10ൽ 7ഓളം കസ്റ്റമർക്ക് ഈ സെയിം പ്രോബ്ലം കാണുന്നുണ്ട്. അതുപോലെ തന്നെ 10ൽ ഒരു 2-3 കസ്റ്റമർക്ക് ഈ ഫ്രണ്ട് ടയർ പോകുന്ന പോലെ തന്നെ ബാക്ക് ടയറും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അത് കമ്പനി എന്തായാലും അതിൽ ഇടപെട്ടിട്ട് നല്ലൊരു നടപടി ഉണ്ടാവണമെന്ന് ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം. ഒരു വണ്ടിയുടെ ഒരേ തരം കംപ്ലൈന്റിനെ കുറിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് സംസാരിക്കുന്ന സമയത്ത് അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏഥറിനെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത് കേട്ടോ. ഒരുപക്ഷെ പലരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധയിൽ പെട്ടിട്ടും സാരമില്ലെന്ന് വെച്ചൊരു കാര്യമായിരിക്കാം. നമുക്കറിയാം, ഇന്ത്യയിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന മികച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ ഒന്നാണ് ഏഥർ. ഞാൻ പലർക്കും റെക്കമെൻഡ് ചെയ്യാറുള്ള വളരെ ചുരുക്കം ചില വണ്ടികളിൽ ഒന്നാണിത്. പക്ഷേ ഏഥറിനെ കുറിച്ച് ഒരുപാട് കസ്റ്റമേഴ്സാണ് ഇപ്പോൾ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്പെയർ പാർട്സ് ലഭിക്കാത്ത പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. അതുമൂലമുണ്ടാവുന്ന സർവീസിലെ ഡിലേയും. ഏഥറും ഓലയെ പോലെ ആകാനുള്ള ശ്രമമാണോ എന്നാണ് പല കസ്റ്റമേഴ്സും ഇപ്പൊ ചോദിക്കുന്നത്. ഈ ഏഥറിന്റെ കസ്റ്റമേഴ്സ് പ്രധാനമായിട്ടും പറയുന്നത് 2 കംപ്ലൈന്റുകളാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഏഥർ 450 സീരീസിൽ വരുന്ന വണ്ടികളും അതുപോലെ തന്നെ റിസ്തയും പെടും കേട്ടോ. ഒന്നാമത്തെ പ്രശ്നം, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വശത്തേക്കുള്ള വലിവാണ്. വലത് വശത്തേക്കാണ് വലിവ് അനുഭവപ്പെടുന്നതെന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ പ്രശ്നം, ടയറിന്റെ വലത് വശം മാത്രം ചെത്തിത്തീരുന്ന കാര്യമാണ്. ഒരു വശത്ത് മാത്രം തേയ്മാനം സംഭവിക്കുന്നു. ഏകദേശം 10,000 കിലോമീറ്ററിന് ശേഷമാണ് ഈ ടയറിന്റെ ഒരു വശം മാത്രം ചെത്തിത്തീരുന്ന കാര്യം പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. കൂടുതൽ പേരും അത് ശ്രദ്ധിച്ചു കാണില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കാണുന്നവര് 10,000 കിലോമീറ്റർ കഴിഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ടയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ 10,000 കിലോമീറ്ററിൽ താഴെ ഓടിയ വണ്ടികളുടെ ടയർ നോക്കിയാലും നമുക്ക് ആ ഒരു തേയ്മാനം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ടയറുകളുടെ വലത് ഭാഗം മാത്രം ചെത്തി തീർന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം 10,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയ ഏഥർ കസ്റ്റമേഴ്സ് എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. ടെക്നിക്കലി ഇതുമായി ബന്ധപ്പെട്ടവരോട്, അതായത് ഇതിനെക്കുറിച്ച് പഠിച്ചവരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വണ്ടിയുടെ ഒരു വശത്തേക്കുള്ള വലിവ് കാരണം തന്നെയാണ് ടയറിന്റെ ഒരു വശം മാത്രം ചെത്തി തീരുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഒരു വശത്തേക്കുള്ള വലിവ് തന്നെയാണ്. ടയർ ചെത്തി തീരാനുള്ള കാരണവും ഈ വലിവ് തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയേണ്ടത് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നാണ്, അല്ലെ? ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചാനലിൽ ഞാനൊരു പോളിംഗ് നടത്തിയിരുന്നു. ഇതുവരെ ഏകദേശം 600ഓളം പേരാണ് ഇതിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. ഏഥർ വണ്ടികൾ ഉപയോഗിക്കുന്നവരിൽ എത്ര പേർക്ക് ടയറിന്റെ ഒരു വശം മാത്രം തേയ്മാനം സംഭവിക്കുന്നു എന്നായിരുന്നു ചോദ്യം. വോട്ട് ചെയ്ത 600 ചില്ലാൻ പേരിൽ 62% പേർക്ക് തേയ്മാനം ഉണ്ടെന്നാണ് പറയുന്നത്. 14% പേർക്ക് തേയ്മാനം ഇല്ലെന്നും 24% പേരുടേത് പുതിയ വണ്ടികളാണ്, അതായത് അധികം ഓടിയിട്ടില്ല. എന്ന് വെച്ചാൽ 10 വണ്ടികളിൽ 6 വണ്ടികൾക്കും ഈ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. ഇനി നമ്മൾ ഈ പോസ്റ്റിന്റെ കമന്റ് സെക്ഷൻ പോയി നോക്കുകയാണെങ്കിൽ പല അഭിപ്രായങ്ങളാണുള്ളത്. ഏഥറിന് മാത്രമല്ല എല്ലാ വണ്ടികൾക്കും, അതായത് പെട്രോൾ വണ്ടികൾക്ക് പോലും ഇങ്ങനെ ടയർ ഒരു വശം മാത്രം ചെത്തിത്തീരുമെന്നും അതിന് കാരണം റോഡ് എന്ന പോലെ 2 വശത്തേക്കും ചെറിയ ചെരിവുള്ളത് കൊണ്ടാണെന്നുമാണ് ചിലർ പറയുന്നത്. ഷോക്ക് എബ്സോർബർ കംപ്ലൈന്റ് ആയാൽ, ബെയറിംഗ് പോയാലും ഇത്തരത്തിൽ ടയർ ഒരു വശം ചെത്തിത്തീരുമെന്നും ചിലർ പറയുന്നുണ്ട്. ബ്രേക്ക് ഡിസ്കിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ടയറിന്റെ ഭാഗം തേയ്മാനം ഉണ്ടാവുമെന്നും അഭിപ്രായമുണ്ട്. കോൺസെപ്റ്റിന്റെ പ്രശ്നമാണെന്ന് കൂടുതൽ പേര് പറയുന്നുണ്ട്. അത് മാറിയാൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും ചിലർ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നിന്നും ഒരു ഏഥർ കസ്റ്റമർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അജ്മൽ എന്നാണ് പേര്. ഏഥർ ഓടിക്കുന്ന സമയത്ത് വലത് വശത്തേക്കുള്ള വലിവ് കാരണം വണ്ടിയിൽ നിന്നും വീണു പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതായത് വണ്ടിയിൽ നിന്നും മറിഞ്ഞു വീണു. ഇത് സംഭവിച്ചത് കോൺസെപ്റ്റിന്റെ പ്രശ്നം കാരണമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അജ്മൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏത് മോഡൽ വണ്ടിയാണ് പ്രോ എടുത്തത് ഏഥറിന്റെ? ഞാൻ 450X എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് അത് ഹയർ Gen 2 ആണെന്ന് തോന്നുന്നു. ജനറേഷൻ 2. ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് 35,000 കിലോമീറ്ററിന്റെ സർവീസ് ആയിരുന്നു. അപ്പൊ ഇതിന് ഒരു പ്രാവശ്യം ഒന്ന് ചെറിയൊരു മിസ്സിങ് സംഭവിച്ച് ഞാൻ വീണു പക്ഷെ വലിയ കാര്യമൊന്നും ആയില്ല. കാരണം ഇതിന്റെ ഹാൻഡ്ലിംഗ് അത്ര നല്ലതായതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അല്ല, അതൊന്നും കൂടി വ്യക്തമായില്ല എനിക്ക്. മിസ്സിങ് സംഭവിച്ചിട്ട് മീൻസ് ഇതിന്റെ ഹാൻഡ്ലിംഗ് ഉണ്ടല്ലോ, ഹാൻഡ്ലിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. അതായത് ഞാൻ ഏത് വണ്ടിനേക്കാളും എനിക്ക് ഹാൻഡ്ലിംഗ് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു സൈഡ് ഒരു
ചെറിയൊരു വലിവ് തോന്നി റൈറ്റ് സൈഡിലേക്ക്. Okay. സിഗ്നലിൽ നിന്നാണ് യൂട്ടേൺ എടുത്തപ്പോൾ വീണു. ഒന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഹാൻഡ്ലിംഗ് പെർഫെക്റ്റ് ആയതുകൊണ്ട് വേറെ ചിന്തിക്കേണ്ട വന്നിട്ടില്ല. മനസ്സിലായി. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അടുത്ത സർവീസ് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതിനൊരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഈ സെയിം പലരും കമന്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ സ്പീഡിൽ ചിലപ്പോൾ ഉണ്ടാവും, വലിയ സ്പീഡിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ചെറിയൊരു രണ്ട് റോഡിന്റെ വെട്ടുണ്ടല്ലോ, അതെടുക്കുമ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആക്സസ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ്. ഇത് പ്രശ്നമാണോ അല്ലെങ്കിൽ എന്റെ തോന്നലാണോ എന്നുള്ളത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് തന്നെ കുറെ സമയം പിടിച്ചു. പിന്നെ 2-3 പ്രാവശ്യം സർവീസ് സെന്ററിൽ കയറി ഇറങ്ങേണ്ടി വന്നു. ഈ പ്രശ്നമായിട്ട് ഒരു 4-5 തവണ ഞാൻ കയറിയിട്ടുണ്ട് ഓൾറെഡി. അത് പൂർണ്ണമായും പരിഹരിക്കാണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഓർത്ത ഇയർ ഒരു 2 ഇയർ ഗ്യാപ്പിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൂടാതെ കോൺസെറ്റിന്റെ പ്രശ്നം എത്ര പേർക്കുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം അതേ സമയത്ത് തന്നെ 1 വർഷം മുമ്പ് ഞാനൊരു പോളിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000 പേരാണ് അന്ന് വോട്ട് ചെയ്തത്. അതിൽ 20% പേർക്കാണ് കോൺസെറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. അതായത് ഒരു വശത്തേക്കുള്ള വലിവ്. അതിലെ കമന്റ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അനുഭവം അതിൽ അവർ പറയുന്നുണ്ട്. അതേപോലെ 3% പേർക്ക് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഈ ഏഥറിന്റെ ടയറുകൾ ഒരു വശം മാത്രം ചെത്തിത്തീരുന്ന പ്രശ്നത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഒരു വശത്തേക്കുള്ള വലിവിനെ കുറിച്ചും കസ്റ്റമേഴ്സ് ഇവരുടെ സർവീസ് സെന്ററിൽ പോയി ചോദിച്ചാൽ ഇങ്ങനെയൊരു പ്രശ്നമേ ഏഥറിന്റെ വണ്ടികൾക്കില്ല എന്ന ഭാവമാണ് അവിടെയുള്ളവർക്കുള്ളത്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഒരുപാട് ഏഥറിന്റെ കസ്റ്റമേഴ്സ് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഥർ റിസ്തയുടെ ബെൽറ്റ് പൊട്ടിയ ഷിഹാബ് എന്നൊരു ഡെലിവറി ബോയ് ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സംഭവം മറ്റൊന്നുമല്ല, ഏഥറിന്റെ സർവീസ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. വണ്ടികളുടെ പാർട്സ് കിട്ടാനില്ല. ഈ ഷിഹാബിന്റെ പൊട്ടിയ ബെൽറ്റ് അവർക്ക് റീപ്ലേസ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഡെയിലി 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഷിഹാബ് സങ്കടത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഏഥർ കസ്റ്റമേഴ്സിന് ഇപ്പൊ സർവീസ് ഇഷ്യൂസ് ഉണ്ട്. ഈ ഏഥറിന്റെ പാർട്സ് ലഭിക്കാത്ത പ്രശ്നങ്ങളും അതുമൂലമുണ്ടാവുന്ന ഡിലേയും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഏതൊരാൾക്കും സംശയമുണ്ടാവും. കാരണം ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇവരുടെ വണ്ടികൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും സർവീസ് സെന്ററിലേക്ക് വരുന്ന വണ്ടികളുടെ എണ്ണം ഒരുപാട് കൂടും. അതിനനുസരിച്ച് കൂടുതൽ സർവീസ് സെന്ററുകൾ വേണം, കൂടുതൽ മാൻ പവർ വേണം. ഇതെല്ലാം ഇല്ലാത്തിടത്തോളം കാലം ഏഥർ കസ്റ്റമേഴ്സിന്റെ സംശയം ന്യായമാണ്. ഒരുപക്ഷെ ഏഥറും ഓലയെ പോലെ ആകുമോ എന്ന സംശയം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം.